കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ ആശുപത്രി അധികൃതരുമായി വിതരണക്കാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക നൽകാതെ പ്രവർത്തനം പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. അതിനിടെ കുടിശ്ശിക 90 കോടി കടന്നതോടെ മെഡിക്കൽ കോളേജിലേക്കുള്ള സ്റ്റെന്റ് വിതരണവും നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് വിതരണക്കാർ. മരുന്നുക്ഷമം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് എം പി എം കെ രാഘവൻ ഇന്ന് ഏകദിന ഉപവാസ സമരം നടത്തുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ മെഡിക്കൽ കോളേജിന് മുൻപിലാണ് സമരം. വിതരണക്കാർക്കുള്ള കുടിശ്ശിക 90 കോടി രൂപയിലധികമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10 മുതലാണ് നിർത്തിവെച്ചത്. പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിതരണക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. കുടിശ്ശികയിൽ 30 കോടിയെങ്കിലും നൽകാതെ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് വിതരണക്കാർ യോഗത്തിൽ അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഈ 80ഓളം കച്ചവടക്കാർ. അതുകൊണ്ട് മാത്രമാണ് സപ്ലൈ നിർത്തേണ്ടതെന്ന്. രോഗികൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ഇത് ഗവൺമെൻറ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പ്രിൻസിപ്പൾ അതിൻ്റെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഗവൺമെൻറ്റിൽ നിന്നുള്ള തീരുമാനം അറിഞ്ഞതിന് ശേഷം നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മെയിൽ പകുതി വരെയുള്ള പൈസ കിട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു പൈസയും നമുക്ക് കിട്ടിയില്ല. കാസ് പദ്ധതി ഫണ്ടിൽ നിന്ന് 10 മാസത്തെയും കാരുണ്യ ബാനവലൻ ഫണ്ടിൽ നിന്ന് 19 മാസത്തെയും തുക വിതരണക്കാർക്ക് കിട്ടാനുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. വിഷയം പ്രാധാന്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് പ്രിൻസിപ്പൽ വിതരണക്കാർക്ക് ഉറപ്പ് നൽകി. 150ഓളം ആവശ്യ മരുന്നുകൾ കാരുണ്യ പദ്ധതി പ്രകാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അതേസമയം മരുന്ന് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ മുതൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസ സമരം തുടങ്ങുമെന്ന് എം കെ രാഘവൻ എം പി അറിയിച്ചു. സ്വകാര്യ ആശുപത്രി റാക്കറ്റുകൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.